ലിംഗവിവേചനത്തിനും വിദ്യാർത്ഥിനികളുടെ വസ്ത്രധാരണ രീതിയിലെ നിയന്ത്രണങ്ങൾക്കുമെതിരെ കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ക്യാമ്പസിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുന്നതും ലെഗിങ്സ് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ വിദ്യാർത്ഥിനികൾ ധരിക്കുന്നതിലും കോളേജിൽ വിലക്കുണ്ടെന്നും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞു. മാനേജ്മെന്റുമായി ചർച്ച ചെയ്ത ശേഷമേ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനാകൂ എന്ന് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. ഒഴിവു സമയങ്ങളിൽ വിദ്യാർത്ഥിനികൾ അവർക്ക് മാത്രമായി അനുവദിച്ചു നൽകിയിട്ടുള്ള സ്ഥലത്തെ ഇരിക്കാവൂ. ഇത്തരത്തിലുള്ള നിർബന്ധിത ക്രോഡ് ആംഗിൾ സംവിധാനം കോളേജിൽ അവസാനിപ്പിക്കണം. വസ്ത്രധാരണ രീതിയുടെ പേരിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു. ലെഗിങ്സ് ധരിക്കാൻ പാടില്ല. ഏതു വസ്ത്രമാണെങ്കിലും ഷോൾ ധരിച്ചിരിക്കണം. ഇങ്ങനെ നീളുന്നു നിയന്ത്രണങ്ങൾ. 9:30 മാത്രമേ ക്ലാസ്സുകളിൽ കയറാവുള്ളൂ. അതുവരെ ക്വാർട്ടർ ആംഗിൾ ഇരിക്കണം. അതിനുശേഷവും ക്ലാസ് ഫ്രീ ഉള്ള സമയത്തും ക്വാർട്ടർ ആംഗിൾ തന്നെ ഇരിക്കണം. ലഞ്ച് കഴിക്കാനും ക്വാർട്ടർ ആംഗിൾ. അല്ലാതെ ഇത്രയും സുന്ദരമായ ക്യാമ്പസിൽ വേറെ എങ്ങും അവർക്ക് ഇരിക്കാനും സ്വാതന്ത്ര്യമില്ല, ഇറങ്ങി നടക്കാനും ഒന്നും. ഫ്രണ്ടിലെ വരാന്തകളിൽ പോലും ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്കില്ല. 6 മാസമാണ് ഒരു സെമി യൂണിവേഴ്സിറ്റി പ്രകാരം. പക്ഷെ ഇവിടെ 4 മാസത്തിനുള്ളിലാണ് പഠിപ്പിച്ച് തീർക്കുന്നതും. 2 ഇന്റേണലാണ്. 2 ഇന്റേണൽ എഴുതാൻ പറ്റാത്തവർക്ക് പൈസ അടിച്ചൊരു 3ാമത് ഇന്റേണലും കൂടെ എഴുതേണ്ട അവസ്ഥയാണ് ഇവിടെ. ഷോൾ ഇടാതെ വന്നു കഴിഞ്ഞാൽ അധ്യാപകരെ പോലും വശീകരിക്കുന്ന വിധത്തിലായി പോകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഷോൾ ധരിച്ചു വരണമെന്ന് പറഞ്ഞ അധ്യാപകർ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ക്യാൻറ്റീനിൽ തന്നെ ബോയ്സ് ഗേൾസ് എന്ന് പറഞ്ഞ 2 ഡിവിഷൻ ഉണ്ട്. ഗേൾസിന്റെ സൈഡിൽ ഗേൾസിന് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അവിടെ ഏതെങ്കിലും ബോയ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ ബോയുടെ കാര്യം പോക്കാം. അതേസമയം വർഷങ്ങളായി തുടരുന്ന നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും മാത്രമേ കോളേജിലുള്ളൂ എന്നും ഇവ മാറ്റണമെങ്കിൽ മാനേജ്മെന്റ് തല തീരുമാനം വേണമെന്നും പ്രിൻസിപ്പൽ വിൻസെന്റ് നെറ്റോ പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇത് പേരൻസ് PTA വിളിക്കാം, കൗൺസിൽ വിളിക്കാം, പിന്നെ മാനേജ്മെൻറ്റും വിളിച്ചിട്ട് എല്ലാവരുടെയും തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ എക്സാമുകളുടെ പേരിൽ അമിത ഫീസ് ഈടാക്കുന്നതും ഉൾപ്പെടെ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൂടിയാണ് സമരം. 11 ആവശ്യങ്ങളാണ് പ്രിൻസിപ്പലിന് മുന്നിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിക്കാത്ത സാഹചര്യത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.